ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ചുമ്മാ എടുക്കുന്ന ഒരു ഡെയിലി വ്ളോഗാണ്. ഞാൻ ഇന്ന് എടുക്കണം എന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ 12 മണി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതാണ് പൊട്ടിക്കല്ലേ മമ്മ ഒന്ന് വഴക്ക് പറയാ. നമ്മൾ ഇന്ന് നമ്മൾ മുക്കാളിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ എനിക്ക് അതിന് മുന്നേ കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കാനുണ്ടായിന്. അപ്പോൾ അതെല്ലാം എടുത്ത് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാ ഒരു ഡെയിലി വ്ളോഗ് എടുക്കാം. ഇവിടുത്തെ ഇപ്രാവശ്യത്തെ ലാസ്റ്റ് ഡെയിലി വ്ളോഗാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വരുത്തുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ പോയിട്ട് എന്തായാലും നമ്മൾ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വരലുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ അതൊന്ന് ഷൂട്ട് ചെയ്യാന്ന്. ഇപ്പം നമുക്ക് ഇനിയിപ്പം ലഞ്ചിൻ്റെ പരിപാടി നിന്ന് കാര്യമായിട്ടില്ല. നമുക്ക് ഇന്നലത്തെ കുറച്ച് കറിയെല്ലാം ബാക്കി ഉണ്ടായിന്. അതുകൊണ്ട് ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഞാൻ രാവിലെ തന്നെ ഒന്ന് വീഡിയോ എല്ലാം എടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പാക്കിംഗ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ എന്നും അങ്ങനെ അത്ര ദിവസമല്ലേ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടൊന്നും വാരി വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടില്ല. ബാഗിൽ നിന്ന് ഒരാൾ ഇടുന്നല്ലോ വലിച്ചിടുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ താഴെ പോട്ടെ. ഇവിടെയും കൊണ്ട് ബാക്കി നമുക്ക് കാണാം. എന്നാ വാ, നമുക്ക് താഴെ പോവാ. അത് അമ്മേന്റെ കണ്ണടയല്ല, അത് അമ്മേന്റെ പഴയ കണ്ണടയാ. അതെടുക്കണ്ട, അവിടെ വെച്ചേ. വാ പോവാലോ, നമുക്ക് താഴെ പോവാലോ. വാ കം ലെറ്റ്സ് ഗോ. കുളിച്ചിട്ട് ചുട്ടൂന് ചോറ് തിന്നാ. എടാ വേണ്ടടാ, വേണ്ട, വീഴൂലേ. നമുക്ക് കുളിക്കാലോ. ഞാൻ എന്തായാലും ഇവിടെ ഉറങ്ങുന്ന ഇടക്ക് ഫുഡ് കൊടുക്കുന്ന ഇടക്ക് ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കട്ടെ. എന്നാൽ പിന്നെ ഫുഡ് കൊടുത്താൽ ഉറങ്ങിയാൽ പിന്നെ പ്രശ്നമില്ല. അപ്പം എന്തായാലും കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കട്ടെ. മരം കയറിയാണ് ഗൈസ്. അങ്ങനെ ഒരു വിധം ഇതാ കുളിപ്പിച്ച് പിടിച്ച് ഞാൻ അതാ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഉറങ്ങിയാലും മാത്രമേ എൻ്റെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുള്ളൂ. അപ്പം ഇതാ ഷുട്ടാപ്പിന് ഞാൻ ചോറെല്ലാം കൊടുത്ത് ഉറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ചോറ് തിന്നട്ടെ. കുളിക്കാൻ വേണം. എനിക്ക് എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അയൺ ചെയ്യാനുണ്ട്. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് എൻ്റെ പണിയെടുക്കട്ടെ. പോവുകയും വരികയും ചെയ്യുന്നതിനേക്കാളും ഭയങ്കര പാടുള്ള പരിപാടിയാണ് ഈ പാക്കിംഗ് ആൻഡ് അൺപാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ചുട്ടോണി ഞാൻ ഡെക്കാത്തലോന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് ബാഗായിരുന്നു. അത്യാവശ്യം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവളുടെ ഫുഡിൻ്റെ സാധനങ്ങളോ അത് ഫുഡ് എടുക്കുന്നില്ലെങ്കിൽ അവളുടെ ഡ്രസ്സും കാര്യങ്ങളോ എല്ലാം ഇതിനകത്താണ് കൊണ്ട് എടുക്കാറുള്ളത്. പോരാത്തതിന് എൻ്റെ ഹാൻഡ് ബാഗും എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ പാക്കിംഗ് ആണ് ഏറ്റവും പണിയുള്ള പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇതൊക്കെ മുന്നേ ഉള്ള ഡ്രസ്സായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് തടിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം നല്ലപോലെ ലൂസായതുകൊണ്ട് ഞാൻ ദീപേച്ചിൻ്റെ അടുത്ത് കൊടുത്ത് എല്ലാം ഒന്നും കൂടെ ഒന്ന് ഷേപ്പാക്കി എല്ലാം എടുത്തതിന് ശേഷം ഒന്ന് തേച്ച് ഇടാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോട്ട് സെറ്റായിരുന്നു. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് പ്രിൻ്റ് വരുന്ന ഒരു കോട്ട് സെറ്റ്. ഇത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയത്ത് റെസ്റ്റെല്ലാം കഴിഞ്ഞ് എണീച്ചു. ഷുട്ടു എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് വേഗം ഒന്ന് പെട്ടെന്ന് റെഡി ആവട്ടെ. ഇപ്പോൾ ഇതാ സമയം 3:45 ഒരു 4 മണി 4:30 ആകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ ഞാൻ റെഡി ആയിട്ട് ബാക്കി കാണാം. ചായ എല്ലാം അമ്മ ചായ വെച്ചിട്ടുണ്ട്. ഇപ്പം റെഡി ആയിട്ട് അതിൽ കുടിക്കണം. എന്തായാലും റെഡി ആവട്ടെ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആകുമ്പോഴേക്കും അമ്മ ഇതാ കട്ടൻ ചായയും പിന്നെ നാടൻ മുട്ട പുഴുങ്ങിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ച് വേഗം ഇറങ്ങാൻ നോക്കണം. അപ്പോൾ ഇതായ മോൾ സെറ്റ് ടു ഗോ. നമ്മൾ റെഡിയായി. ഇനിയിപ്പോൾ അപ്പു വരണം. അപ്പു ഒന്ന് വണ്ടി എടുക്കാൻ വരുന്നത്, അമ്മയും വരുന്നുണ്ട് കൂടെ. അപ്പോൾ വന്ന് അപ്പം തന്നെ നമ്മൾ ഇറങ്ങും. എനിക്ക് നല്ല ചില്ലറ സാധനം കൂടെ വണ്ടിയിൽ കയറ്റാനുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ പോകും. അങ്ങനെ ഇതാ കെട്ടും മുട്ടൊക്കെ എടുത്ത് തട്ടിപ്പൊറുക്കി വെച്ച് നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഓൻ ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരണ്ടേന്ന് ചോദിച്ചാൽ അമ്മയും കൂടെ വന്നു. പോകുന്ന വഴിക്ക് നമ്മൾ മുഴപ്പാലയ്ക്ക് നിന്ന് കുറച്ച് നാടൻ മുട്ട വാങ്ങിക്കേണ്ടിയിരുന്നു. അവിടെ നാടൻ മുട്ട കിട്ടും, പക്ഷെ നമ്മൾ എന്താ പറയുക പ്രൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടുന്ന് വാങ്ങിയിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ അതും കൂടെ വാങ്ങി പിന്നെ നേരെ പോകാമെന്ന് വിചാരിച്ചു. ചുട്ടും എന്തോ ഭയങ്കര ആലോചനേൻ്റെ മൂഡിലായിരുന്നു. അപ്പം ഞാൻ അനങ്ങാണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു തേയുള്ളൂ. കാരണം വണ്ടിയിൽ നിന്ന് അവൾ അനങ്ങാണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പടിയാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ തലശ്ശേരി എത്തി. നമ്മുടെ സർവീസ് റോഡൊക്കെ ഭയങ്കര അബദ്ധമായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം തലശ്ശേരി വഴി തന്നെ പോവുകയും വരികയും ചെയ്യണം. അതിനിതാ നമ്മുടെ മാഹി പാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈവേമ്മ കൂടെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേഗം എത്താൻ പറ്റുമായിരുന്നു. ഇപ്പം കുറച്ച് വലിയ പണിയില്ല, ബട്ട് എന്നാലും ഇപ്പം ഈ ഭാഗത്തേക്ക് കുറച്ച് ബ്ലോക്ക് കുറവുണ്ട്. അതിനിതാ നമ്മൾ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ചുട്ടു പിന്നെ അവിടെ എത്താനാവുമ്പോൾ എണീച്ചു. അതുവരെ ഓരോ കുരുത്തക്കേടിലായിരുന്നു. ബാത്റൂം പോയതാ ബാത്റൂമിൽ പോയതാണ്.
അപ്പോൾ വീട്ടിലെത്തിയല്ലോ ഒന്ന് സെറ്റാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അമ്മയും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു. ഞാൻ അപ്പോഴത്തേക്ക് അമ്മ ചായ വെച്ചു. ഇവർക്ക് പെട്ടെന്ന് തന്നെ പോകണം, കാരണം ഭയങ്കര കാറ്റും മഴയൊക്കെ വരുന്ന ഒരു ടൈമായിരുന്നു. ഒരു 5:30 ഒക്കെ ആയി നമ്മളെത്തുമ്പോൾ. അപ്പോൾ ഇതാ സമൂസ ഉണ്ട്, ഇറച്ചിപ്പത്തിരി ഉണ്ട്, പിന്നെ പപ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. അന്ന് ഡ്യൂട്ടി തുടങ്ങണ്ടേ? ആയാ ചോദിക്ക്. അയ്യോ നീ നീ നോക്കെ കട്ടാക്കിക്കോ. അത്രേ പറയൂ, ഇത്രയും സംസാരമുള്ളൂ. അത് അച്ഛമ്മേന്റെ ടിപ്പിയാന്നേ. അമ്മ അതിന്റെ മേലെയല്ല കാല് വെച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മയും അപ്പുവെല്ലാം പോയി. നമ്മളിനിയിപ്പോൾ കുറച്ച് സാധനം വാങ്ങാനുണ്ട് എനിക്ക്. ഷുട്ടൂപ്പിൻ്റെ കുറച്ച് സാധനം, ഫ്രൂട്ട്സ് എല്ലാം തീർന്നിട്ടുള്ളേ. അപ്പം നമ്മൾ പോയിട്ട് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് വരാമെന്ന് പറ. അമ്മയും അപ്പുവെല്ലാം ഇറങ്ങിയതിന് പിന്നാലെ തന്നെ നമ്മളും ഇറങ്ങി. എനിക്ക് ഇവൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എപ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളുമാണ് കാര്യമായിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ ഇറങ്ങി. എപ്പോഴും നമ്മുടെ അഴിയൂരുള്ള കെയർ ഫ്രീ സൂപ്പർ മാർക്കറ്റിലാണ്, ഹൈപ്പർ മാർക്കറ്റിലാണ് ഞാൻ എപ്പോഴും പോകാറുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഷവായി വാങ്ങാൻ പോകും. ഇന്ന് എന്തോ ഷവായി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ എപ്പോഴും ഭയങ്കര ഷവായി ഫാനല്ല. ഓൾമോസ്റ്റ് നമ്മൾ അൽഫാം മാത്രമാണ് വാങ്ങിക്കാറുള്ളത്. ഷവായി എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെ നമ്മുടെ ഹൈവേയിൽ തന്നെ തുടങ്ങിയത് ലീഫ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അടുത്ത ഷവായി ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര ടെൻഡറായിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുത്ത വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ എപ്പോഴും രാത്രി കാണുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പം അങ്ങനെ അച്ഛനെയും മോളെയും കൂടെ സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അന്ന് നമ്മളിരുന്ന് ഷവായി കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെ ഷവായി ഫാൻ അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ട് പിന്നെ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവേ ഷവായി എന്ന് പറയുന്ന സാധനമേ ഇഷ്ടമല്ല. ബട്ട് ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്ലേവറുള്ള സംഭവമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് അത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അച്ഛൻ പോകുന്ന കണ്ടിട്ട് ഒരു വിധത്തിലും വണ്ടിയിലിരിക്കുന്നുണ്ടായിരുന്നില്ല ഷുട്ടു. ആൾക്കും പോകണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഭയങ്കര നിഷ്കുവായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്താ പറയുക, നമ്മൾ വിചാരിച്ചാലും കുറച്ച് നേരത്തെ കിട്ടി സാധനങ്ങൾ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഷവായൊക്കെ ആണല്ലോ, ആരും കാണാത്തൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ കാണിച്ചില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും കോഴിക്കോട് സൈഡൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും പറഞ്ഞതാ എന്നെ മാന്തി പറിച്ച് ഒരു വിധമാക്കി വെക്കുന്നുണ്ട് ആൾ. അപ്പോൾ അങ്ങനത്തെ പരിപാടിയിലൊക്കെ ആയിരുന്നു ആളുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ രാത്രിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഷുട്ടൂപ്പി കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കുട്ടി ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടുതൽ വിശേഷങ്ങളും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കയറാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.